ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളുടെ ഊട്ടി ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇത്. അപ്പൊ നേരം വെളുത്ത് എല്ലാവരും എണീറ്റ് തുടങ്ങി. അച്ഛനും അമ്മയും അബിയേട്ടനും അക്കൂട്ടനൊക്കെ കൂടിയിട്ട് സൺറൈസ് കാണാൻ പോവാൻ നിൽക്കാണ് കേട്ടോ. അബിയേട്ടൻ എണീറ്റ് പോയപ്പോഴത്തേക്ക് എൻ്റെ വർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ കിടക്കായിരുന്നു. എനിക്കാണെങ്കിൽ തലേദിവസം രാത്രി ചെറിയ കോൾഡ് വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നേരം വെളുത്ത വഴിക്ക് ഇറങ്ങണ്ടാന്ന്. പിന്നെ അതുപോലെ ഉണ്ണിയും റൂമിലാണല്ലോ, അത് കാരണം ഞാൻ പോയില്ല കേട്ടോ. ഉണ്ണിയാണെങ്കിൽ തലേദിവസം അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിന്റെ അടുത്ത് പോയി കിടന്നു. ഉണ്ണിനെയാണെങ്കിൽ ഇങ്ങനെ മൂടി പൊതിച്ച് ഇങ്ങനെ കിടത്തിയേക്കായിരുന്നു കേട്ടോ. അപ്പൊ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങായിരുന്നു. സമയം ഒരു 6-6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് പോയപ്പോ. അപ്പൊ അങ്ങനെ സൺറൈസ് കാണാൻ പോയിട്ട് സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ തൽക്കാലം ഓരോ ചായയൊക്കെ കുടിച്ച് അവരങ്ങനെ റൂമിലേക്ക് എത്തി. അപ്പൊ അങ്ങനെ എല്ലാവരും റെഡി ആയോണ്ടിരിക്കാണ് കേട്ടോ തിരിച്ചു പോകാനായിട്ട്. അപ്പൊ അബിയേട്ടനാണെങ്കിൽ നേരം വിളിക്കുമ്പോഴത്തേക്കും ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ റെഡി ആയിരിക്കാണ് കേട്ടോ. അപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ഞാനും അബിയേട്ടനാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത്. ബാക്കി എല്ലാവരും വണ്ടിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി ബാഗും സാധനങ്ങളൊക്കെ വണ്ടിയിലൊക്കെ നേരത്തെ തന്നെ കയറ്റി വെച്ചു കേട്ടോ. ഇവിടെ കാണുന്ന ഈ ബിൽഡിങ്ങുകൾ മുഴുവൻ ഓരോ റിസോർട്ടുകളാണ് കേട്ടോ. ഈ കാണുന്ന വണ്ടികളാണെങ്കിൽ ഇവിടുത്തെ റിസോർട്ടിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുടെ വണ്ടികളാണ് കേട്ടോ. ഇവിടേക്ക് വേറെ വണ്ടികളൊന്നും അങ്ങനെ വരില്ല. റിസോർട്ടിലേക്കുള്ള വണ്ടികളാണ് പോവും വരൊക്കെ ചെയ്യണത്. അത് കാരണം സേഫ് ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അവിടെ. അപ്പൊ ഈ കാണുന്ന ബ്ലൂ കളർ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അബിയേട്ടൻ ചാവിയൊക്കെ കൊടുത്ത് വരാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പോണ വഴിക്ക് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടൊക്കെ കണ്ടപ്പോ അങ്ങനെ ഞങ്ങള് നിർത്തി വീഡിയോ ഒക്കെ എടുക്കാണ്. വീഡിയോയിൽ കാണുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അപ്പൊ അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചായക്കട തപ്പി ഇറങ്ങി കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചായക്കട കണ്ടപ്പോ അപ്പൊ അങ്ങനെ അവിടെ നിർത്തി ചായ കുടിക്കാൻ കയറാണ്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ദോശയും ചായയാണ് കേട്ടോ കഴിച്ചത്. ഉണ്ണിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ അവിടെ ടോയ് ട്രെയിനിന്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോണ വഴിക്ക് ടോയ് ട്രെയിൻ കണ്ടതാണ്. പക്ഷെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഫുഡ് കഴിക്കാം എന്തെങ്കിലും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച വഴിക്ക് അങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്തത്. ഇതിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളുടെ ചായക്കട ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടോയ് ട്രെയിൻ കാണാൻ പോവാം, അതിൽ കയറാം എന്നൊക്കെയുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സമയം 10:40 ആയിട്ടോ. അപ്പൊ നമുക്ക് ട്രെയിന് ടിക്കറ്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ മുന്നേ കൂട്ടി ബുക്ക് ചെയ്യണമായിരുന്നു അത്ര, ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ട്രെയിൻ ആണെങ്കിൽ ഇനി വരാനായിട്ട് 1 മണിക്കൂറിലധികം ആവും എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ട്രെയിൻ കാണാന്ന് വെച്ചാല് അതിന് നിവർത്തിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോവാന്ന് കേട്ടോ. കുറെ പേര് അവിടെ ട്രാക്കിലൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിട്ടോ. ഉണ്ണി എപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു കേട്ടോ. എന്തിനാണ് വെതിരനാണ് അറിയില്ല. ചായ തന്നെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നേക്കാളും രസം നേരിട്ട് കാണുമ്പോൾ ഭംഗിയാണ്. വീഡിയോയിൽ അത്ര ഇത് കിട്ടുന്നില്ല, സൂമൗട്ട് ചെയ്താലും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഞാനും അച്ഛനും അബിയേട്ടനും ഒക്കെ കൂടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ തേയിലത്തോട്ടത്തിന്റെ അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു കാട് മൂടിയ പോലത്തെ ഒരു വഴിയായിരുന്നു കേട്ടോ. ആ വഴി കൂടെ അങ്ങനെ പോവായിരുന്നു. സൈഡിൽ നല്ല ഭംഗിയുള്ള പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറെ പേര് ഇങ്ങനെ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ മുകളിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് വിർജിൻ എർത്ത്. അതിന്റെ ചാർജ് ഒരാൾക്ക് 200 rupees ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയ ബേർഡ്സുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക. ബേർഡ്സുകളൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ആദ്യം കയറിയപ്പോ തന്നെ കുറെ താറാവുകളിലൊക്കെ ഒരു കുഞ്ഞൊരു കുളമാണ് കണ്ടത്. പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കുറെ തത്തമ്മകളൊക്കെ കണ്ടു കേട്ടോ, പല ടൈപ്പുകളിലുള്ളത്. അപ്പൊ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാല് അവർക്ക് കഴിക്കാനുള്ള സംഭവം നമ്മുടെ കയ്യിൽ വെച്ച് കൊടുത്താല് അവര് നമ്മളുടെ കയ്യിൽ വന്നിരുന്നിട്ട് കൊത്തിപ്പറക്കി കഴിക്കൂട്ടാ. അതാണ് അവിടെ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയൊരു കാര്യം കേട്ടാ. ബാളുവിന്റെ കൈ എടുക്കും. പേടിക്കണ്ട ഒന്നും ചെയ്തു.
അപ്പം അങ്ങനെ ബേർഡ്സിനെ കാണാനായിട്ട് ഞാനും അബിയേട്ടനും അമ്മയും മാത്രമാണ് കേട്ടോ കയറിയത്. ബാക്കി ആരും കയറിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉണ്ണി വാശി പിടിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അമ്മ പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ പിന്നെ ഞാനും അബിയേട്ടനും മാത്രമായി. അപ്പോൾ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നടക്കണേ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആനിമൽസിനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം കണ്ടത് കുറച്ച് മീനുകളെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മീനുകളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അപ്പുറത്ത് മൊയിലും കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ പല ടൈപ്പിലുള്ള കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. പിന്നെ പല ടൈപ്പിലുള്ള ഓരോ ആടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആടുകൾ ഞാൻ തോന്നുന്നു, അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയതാണ് പൂച്ചകളുടെ അടുത്ത് കേട്ടോ. അവിടെ നാടൻ പൂച്ച ഉണ്ടായിരുന്നു, പേർഷ്യൻ ക്യാറ്റും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഭീകരമായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സാധാരണ പൂച്ചകളെ പോലെയല്ല, ഉറപ്പായിട്ടും കൈവച്ചാൽ കടിക്കുന്നതാണ് കേട്ടോ അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഓസ്ട്രിച്ചിന്റെ അടുത്തൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. സത്യത്തിൽ ഇപ്രാവശ്യം ഫോട്ടോസൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും എല്ലാവരും അവിടെ അപ്പുറത്ത് തോട്ടം കാണാനായിട്ട് അവിടെ പോയി നിൽക്കായിരുന്നു കേട്ടോ, താഴെ നിൽക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളും താഴേക്ക് പോയിട്ടാ. അപ്പോൾ അവിടെ എത്തുന്ന വരെ ഞങ്ങൾ വീട്ടിലേക്ക് അന്ന് തന്നെ തിരിച്ചു പോവാം എന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. പോണ വഴിക്ക് സ്ഥലങ്ങളൊക്കെ കണ്ട് പോവാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ വെച്ചാണ് ഞങ്ങൾ ആ തീരുമാനം മാറ്റിയത്. അപ്പൊ ഞങ്ങൾ വേഗം റിസോർട്ടൊക്കെ നോക്കി അങ്ങനെ ഒരു റിസോർട്ട് കിട്ടിയിട്ട. അടിപൊളി റിസോർട്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഓടിട്ടിട്ടുള്ള ഒരു സ്ഥലം കണ്ടോ, അതാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ എല്ലായിടത്തും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. റിസോർട്ടിന്റെ പേരാണ് മാജിക് മിസ്റ്റ് റിസോർട്ട്. ഞങ്ങളിപ്പോൾ അങ്ങനെ റൂമൊക്കെ സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ട. ഉച്ചയ്ക്ക് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 2 മണി 3 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. 2-3 സ്ഥലത്ത് കയറിയതിന് ശേഷമാണ് കേട്ടോ ഈ സ്പോട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പൊ സീ ഫുഡ് എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ ഞങ്ങള്. പക്ഷെ ലിമിറ്റഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ഗ്യാസിന്റെ ഇഷ്യൂ കാരണമാവാം. ഫുഡൊക്കെ വരുമ്പോൾ തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ആക്ച്വലി ഞാൻ മറന്നുപോയി. അപ്പൊ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ ഇതാ ഞാൻ എന്താ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പൊ ഇതാ അമ്മയുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ അമ്മ ഇതാ ഉണ്ണീനെ എടുത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെയും തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ റിസോർട്ടിന്റെ ആ ചുറ്റുഭാഗം. നിറച്ച് മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. ചെറിയൊരു മഴക്കാലം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പൊ നമ്മുടെ റിസോർട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാ ഈ റൂമിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും മിക്കവാറും എല്ലാ സമയത്തും ഇരുന്നായിരുന്നത്. കാരണം അതാണ് കുറച്ച് വലിയ റൂം. 2 ബെഡൊക്കെ ഉണ്ട്. ഒരെണ്ണം 3 ആൾക്കൊക്കെ കിടക്കാൻ പറ്റിയതും പിന്നെ ഒരെണ്ണം 2 ആൾക്കൊക്കെ കിടക്കാൻ പറ്റിയ അങ്ങനത്തെ 2 ബെഡാണ് കേട്ടുള്ളത്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വന്ന് ക്ഷീണമായിട്ട് അങ്ങനെ കിടക്കാണ് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യാതെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അന്നത്തെ ദിവസം കൂടെ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ പുറത്താണെങ്കിൽ മഴയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അപ്പുറത്തെ റൂമിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം പോവാൻ. കാരണം അതിന്റെ ഇടയിൽ ഒരു ചുമരുണ്ട്. ഞങ്ങൾ 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ കാണിച്ചത് വലിയ റൂം, ഇതിപ്പോ ചെറിയ റൂമാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പൊ അടുത്ത റൂം കാണാൻ പോവാം. ആ റൂം കണ്ടപ്പോഴേക്ക് ഭയങ്കര ഒരു രാജകീയമായ ഒരു റൂം പോലെയാണ് തോന്നിയത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് പുറത്ത് പോവാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ലേക്കിന്റെ അവിടെ പോവാന്നാണ് കേട്ടോ വിചാരിച്ചത്. അലക്സനെ വിളിച്ചപ്പോഴാണെങ്കിൽ അലക്സ കേൾക്കണില്ല. അപ്പൊ ഇതാ നമ്മൾ അങ്ങനെ ലേക്കിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇതാ വണ്ടിയൊക്കെ അവിടെ പാർക്കിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ പാർക്കിങ്ങിന്റെ അപ്പുറത്ത് ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എല്ലാവരും ഒരു ചായക്ക് കുടിച്ചു. എല്ലാവരും ഉറക്കത്തു നിന്നൊക്കെ എണീറ്റിട്ടാണല്ലോ വരുന്നത്. ഇപ്പൊ ലേക്കിന്റെ അവിടേക്കാണെങ്കിൽ ഇത്തിരി നടക്കാണ്ടായിരുന്നു കേട്ടാ. അപ്പൊ പോണ വഴിക്ക് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോ എല്ലാവരും ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോ കാണുന്ന പോലത്തെ ചോളം, മാങ്ങ മിളകിലിട്ടത്, പൈനാപ്പിൾ മിളകിലിട്ടത്, അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഫ്രൂട്ട്സിന്റെ കട ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മാങ്ങയും പൈനാപ്പിളും മിളകിട്ടത് മേടിച്ചു. പിന്നെ കടല മേടിക്കാനാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കടലയും പിന്നെ എന്തൊക്കെയാ അതിലിട്ടിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ട്. അത് മേടിക്കാൻ പോയപ്പോ അവര് ബേൽപൂരി പോലെ ഒരു സംഭവമാണ് കേട്ടോ തന്നത്. അപ്പൊ അതിൽ കടല മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ കടലൊക്കെ ഇട്ടിട്ട് പിന്നെയും മേടിച്ചു. കുറെ പേര് ഇങ്ങനെ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ റൈഡൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പോണ വഴിക്ക് തന്നെയാണ്.
അപ്പൊ ഇതാ നമ്മൾ അങ്ങനെ ലീക്കിന്റെ വഴിക്ക് എത്തിട്ടോ. അപ്പൊ അവിടെ നിന്ന് തന്നെ നോക്കിയാൽ കാണായിരുന്നു അവിടെ ലീക്ക്, അതില് ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ വഴിയിൽ തന്നെയാണ് കേട്ടോ കുതിര സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഷെഡിലാണ് കുതിരകളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതിൽ കൂടെ ഒക്കെ നടന്നിട്ട് വേണം ആ ലേക്കിന്റെ അവിടെ എത്താനായിട്ട്. അവിടെ അടുത്തൊക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ കടയിലൊന്നും കയറിയില്ല കേട്ടോ. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവിടെയുള്ള കടയിലൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നേരെ അങ്ങനെ ആ ഒരു ലേക്കിന്റെ അവിടേക്ക് പോവാണ് കേട്ടാ. കടല കഴിച്ചിട്ടാണെങ്കിൽ നല്ല എരിവായിരുന്നു കേട്ടാ. അപ്പൊ ഞങ്ങള് വെള്ളം മേടിക്കാന്ന് വെച്ച് നോക്കിയപ്പോ അവിടെ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിരിക്കായിരുന്നു. അപ്പൊ വെള്ളമൊക്കെ ചില്ല് കുപ്പിയിലൊക്കെയാണ് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് ബിസ്ലേരിയുടെ ഇവിടെ വെള്ളം കണ്ടപ്പോ അവിടെ നിന്ന് മേടിച്ച് കുടിച്ചു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിങ്ങിനും ഒന്നിനും കയറാനൊന്നും പറ്റുണ്ടായില്ല. അല്ലെങ്കിലും ഉണ്ണിയുള്ളതുകൊണ്ട് പിന്നെ ബോട്ടിങ്ങിന് പോകാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ പുറത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇത് തിരിച്ചു പോന്നു കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് തപ്പി ഇറങ്ങായിരുന്നു കേട്ടാ. എന്നിട്ട് മാർക്കറ്റ് ഫുള്ള് ചുറ്റി വന്നപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ കൂടെയാണ് പോയതെന്ന് മനസ്സിലായത് കേട്ടാ. അവിടെ ഒന്നും വണ്ടിയൊന്നും പറിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഷോപ്പിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ അടുത്ത് തട്ടുകട കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഫുഡ് മേടിച്ചിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു കേട്ടാ. അവിടെയാണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടാ. പാഴ്സൽ തരാനായിട്ട് അവർ കുറേ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് അവിടുന്ന് കഴിച്ചിട്ട് പോവായിരുന്നു എന്ന് തോന്നി. വണ്ടിയാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. വേറെ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യേണ്ടി വന്നു കേട്ടാ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് അങ്ങനെ റൂമിലേക്ക് പോയിട്ടാ. എന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ദിവസം കഴിയാണ് കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ. ബൈ.